ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കല്ലേ. ഞാൻ എപ്പോഴും സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വിശേഷങ്ങളും വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും വീഡിയോയിലൂടെ കാണുന്നില്ലേ. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ സുഖവിവരവും ഞാൻ അന്വേഷിക്കണ്ടേ. കമൻറ്റിലൂടെ ആണെങ്കിലും സുഖമാണ് എന്നൊക്കെ പറയുമ്പം നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. ഇന്ന് ഞാൻ കുട്ടികളെ മദ്രസ പറഞ്ഞയച്ചിട്ട് അങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതായിരുന്നു. കുറച്ച് നേരം ഒന്ന് പുറത്ത് അങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയലില്ല, എനിക്ക് ഇങ്ങനെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലായാലും അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി പോയി നോക്കൂട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് വെറുതെ ഒന്ന് പോയി നോക്കൂട്ടോ പുറത്ത്. അങ്ങനത്തെ ഒരു ശീലം ഉണ്ട് കേട്ടോ എനിക്ക്. ഇനിയിപ്പോൾ ഇന്നെപ്പോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും പുറത്തിറങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നനച്ചു കൊടുത്തതാണ്. പിന്നെ ഞാൻ ബക്കറ്റിൽ മീനങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ കറിവേപ്പിലിൻ്റെ തൈ കുറേ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നട്ടിട്ടില്ല, ബക്കറ്റിൽ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചതാണ്. ഒന്ന് വേര് വന്നിട്ട് നടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി എനിക്ക് അരയില്യത്തിൻ്റെ ചെടിയാണ് ആ ചെടിയിലുള്ളത്. അപ്പോൾ അത് ഉണങ്ങണ പോലെ തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ചെടിയൊക്കെ ഒന്ന് നനച്ചതാണ് കേട്ടോ. ആദ്യമൊക്കെ ചെടിമേൽ വല്ലാത്തൊരു പിരാന്തേനു. ഇപ്പോൾ പിന്നെ കുറച്ച് അങ്ങനെ അങ്ങോട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഉള്ളത് നാശാക്കാതെ അങ്ങനെ കൊണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നനക്കലും പുറത്തത്തെ കാഴ്ചയും ആസ്വദിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ മെല്ലെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇന്നത്തെ രാവിലത്തെ ചായയും കടിക്കുള്ള പരിപാടിയിലൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും പിന്നെ ഞാൻ തലേന്ന് ഈ കൊത്തിറച്ചീൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൊത്തിറച്ചി എന്നാണ് കേട്ടോ ഞങ്ങളിവിടെ പറയുക. ഓരോ സ്ഥലത്തും ഓരോരോ പേരൊക്കെയായിരിക്കും പറയുക. കൊത്തിറച്ചി എന്ന് പറയുന്നത് ഈ നമ്മൾ കപ്പക്കൂട്ടിൻ്റെ ആ ഒരു ഇറച്ചിയില്ലേ, അതാണ് കേട്ടോ. അതാണ്. അപ്പോൾ അത് ഞാൻ ഇന്നലെ തലേന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ കറിയൊക്കെ ആക്കുന്നതിൻ്റെ മുന്നേ ഞാൻ വേഗം ചപ്പാത്തീൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. വേഗം നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ ചപ്പാത്തിക്ക് പൊടി കുഴച്ചെടുക്കൽ. നമ്മൾ പത്തിരിക്കൊന്നും ആക്കും പോലെ അങ്ങനെ വാട്ടലൊന്നും ഇല്ല കേട്ടോ. തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ പാകത്തിന് നോക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കലാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം കുഴച്ചെടുത്തു. പിന്നെ എല്ലാം ഉരുളകളൊക്കെ ആക്കി എടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പരത്തി വെച്ചു കേട്ടോ. ഞാനൊരു പ്ലേറ്റിലേക്ക് മൊത്തത്തിൽ പരത്തി വെച്ചു. എന്നിട്ട് പിന്നെ ഒന്ന് ചുടാൻ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. ആദ്യമൊക്കെ ഞാൻ ഈ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ ഒരു പരത്തുന്ന ഒരു വട്ടത്തിലുള്ള ഒരു കല്ലുണ്ടായിന്. അപ്പോൾ അതവിടെ കൊണ്ടുവച്ചിട്ട് ഓരോന്ന് ചുടും പരത്തും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചുടൽ. അപ്പോൾ അത് അവിടുന്ന് ചുടണമുണ്ട്. ഇപ്പുറത്തുനിന്ന് ഞാൻ നിച്ചുവിന് ചോറിന് കൊണ്ടുപോകാൻ ബീൻസ് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം ഉപ്പേരിക്ക് ഇന്ന് ബീൻസ് ഉപ്പേരിയും ചോറുമാണ് കേട്ടോ ആക്കണത്. അപ്പോൾ അതാ ചപ്പാത്തി ഒരു തലേന്ന് ചപ്പാത്തി ചുടുന്നുണ്ട്, ഒരു തലേന്ന് ബീൻസ് ഉപ്പേരി ആക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ രാവിലത്തെ പണികൾ ജോറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ മുഴുവനും കാണുക. മുഴുവനും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസും നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തുടർന്നുള്ള വീഡിയോകളൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ടാക്കുക കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ ആയത്. നമ്മൾ പിന്നെ ഡെയിലി ഒരേ രീതിയിലുള്ള വീഡിയോകളൊക്കെയാണ്, എന്നാലും മടുപ്പില്ലാതെ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ചില താത്തമാരൊക്കെ കമൻ്റ് അയക്കലുണ്ട്. എനിക്ക് കാണാൻ സമയമില്ലെങ്കിലും ഞാൻ എൻ്റെ വീഡിയോ ഓണാക്കി വെക്കലുണ്ട്. അത് അവിടുന്ന് അങ്ങനെ വർക്കാവട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ അത് നമുക്കൊരു സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. ഒരു വ്യൂ വന്നോട്ടെ എന്നുള്ള ആ ഒരു ചിന്തയിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു മനസ്സിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഇത് തുടങ്ങിയത് എന്തിനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുമല്ലോ. അപ്പോൾ അതൊരു സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബീൻസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള ഉള്ളി പച്ചമുളകും ഒക്കെ ഒന്ന് അതിലേക്ക് തന്നെ മുറിച്ചിട്ട് ഉപ്പേരി ഒന്ന് ആക്കിയെടുക്കട്ടെ.
അങ്ങനെ അത് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ടായി കേട്ടോ. തേങ്ങ ഒക്കെ ഇട്ട് ഉപ്പേരി വെക്കുന്നതിൽ തേങ്ങ ഇടുന്നതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങ ഇടുന്നത്. ചിലപ്പോൾ എനിക്കൊരു മടിയാട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കും എന്താ തേങ്ങ ഇല്ലേന്ന്. അപ്പം ഞാൻ പറയും ഇതിനായിട്ട് പൊട്ടിക്കാൻ മടിച്ചിട്ടാണ് കേട്ടോ. അങ്ങനത്തെയൊക്കെ ഇതുണ്ട് കേട്ടോ എനിക്ക്. ഇനിയിപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് തോന്നുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. എന്തായാലും ഞമ്മക്കും അറിയാമല്ലോ, ഞാൻ മാത്രമല്ല അതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് ഉള്ളത് എനിക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ ഉപ്പേരി ഒരു അടുപ്പത്തു നിന്ന് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ ബീഫല്ല ആ ഒരു കൊത്തിറച്ചീൻ്റെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് നെയ്യ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്യാണ്. ഇതിലധികം നെയ്യ് തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കുറേ ഞാൻ നെയ്യ് ഒഴിവാക്കിയിട്ടാണ് ബാക്കിയുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഫുള്ളും നെയ്യ് കെട്ടിയിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഞാനും ഇക്കയും മാത്രമാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല കേട്ടോ. നാഫിമോനൊക്കെ പറയുന്നത് ഇനി ബീഫ് വാങ്ങാനും ഉമ്മച്ചീനെ പറഞ്ഞയക്കണ്ടെന്ന് ഉപ്പച്ചിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നാഫി ഉമ്മച്ചീനെ പറഞ്ഞയക്കണ്ട, ഉമ്മച്ചിയാണ് ഇങ്ങനത്തെ വാങ്ങിയിട്ട് വന്നേന്നുള്ളത്. കുട്ടീൻ്റെ വിചാരം ബീഫ് എനിക്ക് വാങ്ങാൻ അറിയാണ്ട് ഏതോ ഒരു കടയിൽ നിന്നൊക്കെ ഉമ്മച്ചി വാങ്ങിക്കൊണ്ടുവന്നാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനത്തെ ഇറച്ചിയാണ് എന്നുള്ളത് ഓനക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഓർക്കൊന്നും ഇഷ്ടമായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊരു നെയ്യ് കുറവും കൂടെ ആയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ. അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ മുറിച്ചിട്ട് വേണമെങ്കിൽ ആ ഒരു വറവിടുന്ന സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ഇന്നലെ ഞാൻ പൊടികളൊക്കെ ചൂടാക്കി ഇടുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ മക്കളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കറിയും ഒന്ന് വറവാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിതാ ഒരടുപ്പത്തുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ മദർസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. പിന്നെ നാസിമോന് ചപ്പാത്തി തിന്നൂല കേട്ടോ. ഭൂരിയാണ് ഓനക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ചപ്പാത്തീൻ്റെ മാവുന്നൊരു ഓനക്ക് ഭൂരി ചുട്ട് കൊടുക്കാനുള്ളൊരു മാവും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ ഉറങ്ങി എണീച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചില ദിവസം ഒരു കൊഞ്ചലാണ് കേട്ടോ. ഒന്ന് എടുക്കേണ്ടിയൊക്കെ വരും ഓനക്ക്. ഇപ്പോൾ തുടങ്ങിയതാണ്. എണീച്ച് വരുമ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് എടുത്ത് അങ്ങനെ തോളിൽ കിടക്കണം കേട്ടോ ഓനക്ക്. എന്തെന്നെ ആയാലും കുഞ്ഞു മക്കളതും കൂടെ ആകുമ്പോൾ ഒരു ഇതന്നെയല്ലേ. ഞാൻ വിചാരിക്കും കേട്ടോ അവരൊക്കെ വലുതായി. ഇനിയിപ്പോൾ ഞാച്ചി തന്നെയല്ലേ ഉള്ളൂ ചെറുതായിട്ടുള്ളത്. നമുക്ക് കൊഞ്ചിക്കാനും ഇതാക്കാനൊക്കെ നമ്മളെ മക്കൾ തന്നെയല്ലേ ഉണ്ടാവുക അല്ലേ. അപ്പം ചെറുതാകുമ്പോൾ വിചാരിക്കും കേട്ടോ വലുതാവാണ്ട് ഈ ഒരു കുഞ്ഞതായിട്ട് തന്നെ നിന്നാൽ മതിയേനു എന്നൊക്കെ ചിലപ്പോൾ തോന്നും കേട്ടോ. എന്തായാലും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കണല്ലേ. എല്ലാവരും ഒരു പ്രായം ഒരു ഇത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരെയും ചിന്ത അല്ലേ. ഉള്ള ജീവിതം എൻ്റെയൊക്കെ ജീവിതം ഇത് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മളെയൊക്കെ ജീവിതം. വീട്, ഇക്ക, നമ്മളെ കുടുംബം, ഉപ്പ ഉമ്മ, അതുപോലെ നമ്മളെ മക്കൾ, നമ്മളെ വീട് കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെ എന്തേലും പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് പുറത്തിറങ്ങിയിട്ട് ചിരട്ടയും ചകിരിയൊക്കെ ഞാനൊന്ന് ഇന്നലെ വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അടിയിൽ ഞാൻ ചിരട്ട കൊണ്ടുപോയി വെക്കലുണ്ട് അടുപ്പിൻ്റെ അടിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ബേസിലേക്ക് കുറച്ച് ചിരട്ട ഇട്ടിട്ട് ഒന്ന് അകത്ത് കൊണ്ടുപോയി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി വെച്ചു. പിന്നെ ചായ കൂടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പോകാനുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. ഇക്ക ഉണ്ട് കേട്ടോ. ഇക്കൊന്ന് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ഓട്ടം വന്നപ്പോൾ അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ ഇക്ക ഇവിടെ ഉണ്ട്. ഞാനും ഇക്കയും തന്നെയാണ് കേട്ടോ ഉള്ളത്. നാച്ചിമോനെ അംഗൻവാടി കൊണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു 2 സ്കൂളിലേക്ക് പോയിന്. ഇനിയിപ്പോൾ അതാ എൻ്റെ ചായ കൂടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി അറിയണത് നോമ്പിനേക്കുള്ള പണികളൊക്കെ അങ്ങോട്ട് തുടങ്ങുകയാണ്. എല്ലാം പാടും ഒരുമിച്ച് ചെയ്യൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം 2 ദിവസം മുന്നേ ഒരു വലിയൊരു പുതപ്പ് അലക്കി. ഇനിയിപ്പോൾ മക്കളെ പുതപ്പ് അലക്കാനുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അൾമാറയിൽ വെറുതെ മടക്കി വെക്കണതൊന്നും ഞാൻ അങ്ങനെ എടുത്ത് ഇതാക്കലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഒന്ന് തിരുമ്പി ഒന്ന് ഉണക്കണം എന്നുണ്ട്. പിന്നെ അതാ മുളകും ഒക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. മുളക് വാങ്ങി കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടോ. എന്തൊരു സാധനം കൊണ്ടുവന്ന പാട് ചെയ്യണ ശീലമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഒരു 2-3 ദിവസമെങ്കിലും അത് അങ്ങനെ വെച്ചോടുത്ത് വെക്കും. എന്നിട്ടാണ് പിന്നെ ഒന്ന് എടുക്കുക. അപ്പം ഞാൻ മുളക് ഇതാ 2-3 ട്രിപ്പായിട്ട് അങ്ങനെ കഴുകി എടുക്കുകയാണ് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ബക്കറ്റിൽ കൊള്ളൂല്ല, വൃത്തിയാവില്ലല്ലോ. അപ്പം ഓരോന്നായിട്ട് അങ്ങനെ കഴുകി. പിന്നെ അതിൻ്റെ വെള്ളം വഴുതനങ്ങേൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചതാണ് കേട്ടോ. അഥവാ ഇനി ആ ഒരു കുരു വീണിട്ട് മുളകും തൈ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിപ്പോൾ എവിടെ ഇടും എന്നുള്ള ആശങ്കയിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ മുറ്റത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മുറ്റത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ്. വേഗം ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ എവിടെ ഇട്ടാൽ ഒരാൾ നോക്കിയിരിക്കേണ്ടി വരും. പട്ടികളും പൂച്ചയും അതും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് നോക്കിയിരിക്കൽ നടക്കൂല. അതുകൊണ്ട് പിന്നെ ഞാനും ആദ്യം ഒന്ന് ചേതീമേലിട്ടു, എല്ലാം കഴുകിയിട്ട് ചേതീമേലിട്ട് അതിൻ്റെ ആ ഒരു
വെള്ളമൊക്കെ ഒന്ന് ഉറ്റിതായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ഇക്കയും കൂടെ അതൊക്കെ എടുത്തിട്ട് അനിയൻ്റെ വീട്ടിൽ വാർപ്പിൻ്റെ മേലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മൾ ഇവിടെ തന്നെയാണ് ഇടുക, അല്ലാതെ ഇപ്പോൾ നമ്മളെ മുറ്റത്ത് നമുക്കിപ്പോൾ വാർപ്പ് ഇല്ലെന്താനും പിന്നെ ഉള്ള സൗകര്യത്തിൽ മുറ്റത്ത് ഇപ്പോൾ ഇടാനും പറ്റൂല കേട്ടോ. കാര്യം അവിടെ ഇട്ടാൽ നല്ല ഉണങ്ങുകയൊക്കെ ചെയ്യും, പക്ഷേ നോക്കി ഒരാൾ ഇരിക്കേണ്ടി വരും. പിന്നെ അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതും കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുന്നത്. വേറെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം കേട്ടോ. അടുപ്പിൻ്റെ അടുത്ത് ആ ഒരു വെച്ചുണ്ടാക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരു സമാധാനം. ഇനിയിപ്പോൾ ക്ലീനിങ് ആണുള്ളത്, അടിക്കലും തുടക്കലും കഴുകലും മോറൽ അങ്ങനത്തെ പണികളൊക്കെയാണ് കേട്ടുള്ളത്. അത് പിന്നെ തുടങ്ങിയാൽ ഒരൊറ്റയടിക്ക് അങ്ങോട്ട് കഴിഞ്ഞോളും. പിന്നെ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അതൊക്കെ ഇട്ട് വന്നിട്ട് പിന്നെ വേഗം ഫസ്റ്റ് തന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒതുക്കി പെറുക്കി വൃത്തിയാക്കി അകം അടിച്ചു വാരിയിട്ട് ഞാൻ എല്ലാം തള്ളി അടുക്കള ഭാഗത്തേക്ക് ഇടും കേട്ടോ. അടുക്കള അടിച്ചിട്ട് അടുക്കള മുറ്റത്തേക്ക് അങ്ങോട്ട് ശരിയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ വന്നിട്ട് മുറ്റടിക്കും. അത് കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകലും തുടക്കലും ഇതിൻ്റെയൊക്കെ ഇടയിൽ അലക്കാനുള്ള തുണികൾ മെഷീനിലിടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം വെള്ളമൊക്കെ തിളച്ചപ്പോഴത്തേക്കും ഇതാ അരിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറും അവിടെ നിന്ന് അങ്ങോട്ട് ആയിക്കോളും. ചോറ് വെക്കാൻ പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല. നിച്ചുമോൾക്ക് കൊടുത്തേക്കാൻ ഞാൻ തലേന്ന് കുറച്ച് ചോറ് ഞാൻ വേവ് കുറച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്ക് പിന്നെ ഞാൻ അത് പിന്നെ ഒന്ന് ഇതാക്കിയിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ വന്നതാ അതിൻ്റെ എല്ലാ പണികളും കഴിച്ചിട്ടുണ്ട്. ചോറും പിന്നെ ആയപ്പോൾ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അലക്കിയ തുണികളൊക്കെ ആറിയിടാനുണ്ടായി, അതൊക്കെ ആറിയിട്ട് എല്ലാ പണികളും കഴിഞ്ഞു. ഞാൻ കുളിയും കഴിഞ്ഞതാ നിസ്കാരവും കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെത് ആ ഒരു കറീൻ്റെത് കുറച്ചുണ്ട്. പിന്നെ രാവിലെ ബീൻസ് ഉപ്പേരി ആക്കിയതും ഉണ്ട്, ചോറും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ ചിലപ്പോൾ ഒരു തോന്നലാണ് കേട്ടോ എന്തെങ്കിലും ഒരു താളിപ്പ് വേണമെന്നുള്ളത്. അപ്പം ഞാൻ ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കഞ്ഞിവെള്ളം താളിക്കൂലേ, നമ്മളങ്ങനെ താളിക്കലുണ്ട് കേട്ടോ. മുരിങ്ങച്ചപ്പൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇടുമായിരുന്നു. എനിക്ക് മുരിങ്ങച്ചപ്പ് താളിച്ചതും അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിരങ്ങ ചപ്പ് അങ്ങനത്തെയൊക്കെ താളിക്കണതും അതിൻ്റെ കൂടെ ഉണക്ക് പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചപ്പൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ചെറിയുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് കഞ്ഞിവെള്ളം താളിച്ചു. പിന്നെ നമ്മൾ ആ ഒരു ബീഫിൻ്റെ ആ ഒരു കറിയും ഉണ്ടായിരുന്നു, ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കയും ഞാനും കൂടെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്നിട്ടല്ലേ കഴിക്കുക. അപ്പോൾ എന്തോ ഒരു പോലെയാണ് കേട്ടോ. കുട്ടികളൊന്നും ഉണ്ടാവില്ല, ഇന്ന് ഇക്കയും കൂടെ ഉണ്ട് കേട്ടോ ചോറ് കഴിക്കാൻ. അപ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു തന്നെയാണ്. പിന്നെ വർത്താനം കഥയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചോറൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളെ ആ ഒരു ലൈക്കും കമൻറ്റും നിങ്ങളെ സപ്പോർട്ടൊക്കെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് പിന്നീട് വീഡിയോ എടുക്കാനും അതൊന്ന് എഡിറ്റ് ചെയ്യാൻ അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ളൊരു ആ ഒരു ഉഷാറുണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ പിന്നെ ബായ്.